സംസ്ഥാനത്തിന് അർഹതയുള്ള നിർദ്ദിഷ്ട എയിംസ് കോഴിക്കോട് ജില്ലയിലെ കിനാരൂരിൽ നിന്ന് മാറ്റാനുള്ള നീക്കത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറണമെന്ന് ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന നിർദ്ദിഷ്ട എയിംസ് ജില്ലയിലെ കിനാലൂരിൽ നിന്ന് മാറ്റാനുള്ള നീക്കങ്ങളിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറണമെന്നാണ് ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത്. മുൻ LDF സർക്കാരിന്റെ നിരന്തരമായ സമ്മർദ്ദത്തിന്റെ ഫലമായാണ് കേന്ദ്ര ആരോഗ്യവകുപ്പ് കേരളത്തിന് എയിംസ് അനുവദിക്കാമെന്നും അതിനായി അനുയോജ്യമായ സ്ഥലം കണ്ടെത്തണമെന്നും സംസ്ഥാനത്തെ അറിയിച്ചത്. അതനുസരിച്ചായിരുന്നു കിനാരൂരിൽ എയിംസിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തിയതായി കേന്ദ്ര ആരോഗ്യവകുപ്പിനെ രേഖാമൂലം സംസ്ഥാന സർക്കാർ അറിയിച്ചത്. കിനാലൂർ കാന്തലോട്ട് വില്ലേജുകളിലെ 252 ഏക്കർ ഭൂമിയാണ് അന്ന് സംസ്ഥാന സർക്കാർ എയിംസിനായി കണ്ടെത്തിയത്. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും പ്രത്യേകിച്ച് വെള്ളം, വൈദ്യുതി തുടങ്ങിയവ ലഭ്യമാവുന്ന സ്ഥലമാണിത്. മാത്രമല്ല റെയിൽവേ സ്റ്റേഷനെയും കോഴിക്കോട് വിമാനത്താവളത്തെയും ബന്ധിപ്പിക്കാൻ കഴിയുന്ന റോഡ് സൗകര്യവുമുണ്ടെന്ന് നേരത്തെ തന്നെ കേന്ദ്ര ആരോഗ്യവകുപ്പിനെ രേഖാപരമായി അറിയിച്ചിട്ടുള്ളതും ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും നീങ്ങിക്കഴിഞ്ഞതുമാണെന്നും പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടി. എന്നിട്ടും എയിംസ് കോഴിക്കോടിന് നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ ആലോചന നടത്തുന്നത് അങ്ങേയറ്റം അപലപനീയമാണെന്നും പ്രമേയം ചൂണ്ടിക്കാട്ടി. അതായത് കേരളത്തിനകത്തെ എല്ലാ മുന്നേറ്റങ്ങളെയും ഇല്ലാതാക്കുന്ന സമീപനം സ്വീകരിക്കുന്ന ഈ വേളയിൽ UDFന്റെ ഈ വലതുപക്ഷവൽക്കരണ നയത്തിനെതിരായുള്ള അതിശക്തമായ പ്രക്ഷോഭങ്ങൾ ഈ സമ്മേളനം ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. കോഴിക്കോട്ടെ വികസനത്തിൻ്റെ നാഴികക്കല്ലാണ് ആനക്കമ്പയിൽ കള്ളാടി തുരങ്കപാത. ആ തുരങ്കപാത അട്ടിമറിക്കുവാനുള്ള UDF ഗവൺമെന്റിന്റെ നീക്കത്തെ ഭാവിയിൽ ഈ കേരളത്തിനകത്ത് DYFI അതിശക്തമായി പ്രതിരോധിക്കും. അതുപോലെ തന്നെ കോഴിക്കോട്ടെ വികസനത്തിന്റെ നാഴികക്കല്ലാണ് കിനാലൂരിൽ തുടങ്ങേണ്ട എയിംസ്. അത് കിനാലൂരിൽ തന്നെ നിലനിർത്തണമെന്നും ഈ സമ്മേളനം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. CTV പ്രാദേശിക വാർത്ത മുക്കം.